ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് സേമിയാനെ കൊണ്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ സേമിയ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് വറുത്തെടുത്തിട്ടുള്ള സേമിയാണുള്ളതെങ്കിലോ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇല്ലാത്തവരാണെങ്കിൽ ഇതെന്തായാലും ചെയ്യുക. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ സേമിയ എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലാക്കി വെച്ചിട്ട് വേണം ഇതിലേക്ക് പാൽ ആഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാക്ക് പാലാണ്, അതായത് 1/2 ലിറ്റർ പാൽ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്കായിട്ട് 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സേമിയ നന്നായിട്ട് കുക്കാവും വേണം. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇരിക്കുന്നത് ലൂസ് കൺസിസ്റ്റൻസിയിലാണ്. ഇതൊന്ന് കുറച്ചൊരു തിക്കായി വരും വേണം. ഓവർ തിക്കാവേണ്ട ആവശ്യമില്ല, കുറച്ചൊരു തിക്നെസ് ആവും വേണം. നമ്മൾ സേമിയ വറുത്തത് കൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു ബ്രൗൺ കളർ കാണുമ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതാ ഇവിടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഓവർ തിക്കും അല്ല, എന്നാൽ ഓവർ ലൂസും അല്ല. ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് തണയാനായിട്ട് വെക്കണം. ചൂട് തണഞ്ഞതിന് ശേഷം നമുക്കിത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പിന്നെയും തിക്കായി വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായി ചൂട് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നേരത്തെ കണ്ട പോലെയല്ല, നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റും. അപ്പോൾ ഇതിലും കൂടുതൽ നന്നായി തിക്കായി വരും. 1-2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നേരത്തെ കണ്ടതിനേക്കാൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് അനാറാണ്, ഉറുമാമ്പഴം. ഇത് ഞാൻ 1ൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ പഴമാണ്. അത് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ആണിപ്പൂവൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് മാങ്ങയാണ്. ഇതൊരു വലിയ സൈസുള്ള മാങ്ങയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്കായിട്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഇതന്നെ ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇതിൽ ഈ സേമിയയും ഫ്രൂട്ട്സും പിന്നെ ഈ ഒരു തണുപ്പും കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെയും സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസിനായി താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും.